17ാം സീസൺ തുടങ്ങുന്നതിന്റെ തൊട്ടു തലേന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ നായകൻ MS ധോണി ക്യാപ്റ്റൻസി ഒഴിയുന്നതായി പ്രഖ്യാപിച്ചത്. തന്റെ പിൻഗാമിയായി യുവ ബാറ്റർ ഋതുരാജ് ഗെയ്ക്വാദിനെ ധോണി പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രായം 42 ആയെങ്കിലും ധോണി ക്യാപ്റ്റന്റെ തൊപ്പി അഴിക്കുന്നു എന്ന പ്രഖ്യാപനം CSKയിലെ സഹതാരങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ധോണി ആ വാർത്ത പറഞ്ഞതും CSK ക്യാമ്പ് വൈകാരികമായി. എല്ലാവരും കണ്ണീരിലായി. ഡ്രസ്സിംഗ് റൂമിലെ ഒരാളും കരയാതിരുന്നില്ല. കഴിഞ്ഞ വട്ടം ധോണി 2022 ക്യാപ്റ്റൻസി ഒഴിഞ്ഞപ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ വേണ്ടത്ര ഒരുങ്ങിയിരുന്നില്ല. എന്നാൽ എല്ലാവരും ഇത്തവണ പുതിയ തീരുമാനം ഉൾക്കൊണ്ടു. എല്ലാവരും ഋതുരാജ് ഗെയ്ക്വാദിനെ പ്രശംസിച്ചു. ഏറെ സംസാരിക്കുന്ന ആളല്ല ഋതുരാജ്, എന്നാൽ ടീമിനെ കൃത്യമായ പാതയിൽ നയിക്കാനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട് എന്നും ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകൻ 2022 രവീന്ദ്ര ജഡേജയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചപ്പോൾ പുതിയ തുടക്കത്തിനായി CSK സജ്ജമായിരുന്നില്ല എന്ന് ഫ്ലെമിംഗ് തുറന്നു സമ്മതിച്ചു. അന്ന് ജഡേജയുടെ നായകത്വത്തിൽ ടീം തുടർ തോൽവികൾ നേരിട്ടപ്പോൾ ധോണിയെ വീണ്ടും ക്യാപ്റ്റനാക്കിയ CSK തടി തപ്പിയത്. IPL 17ാം സീസൺ തുടങ്ങുന്നതിന്റെ തൊട്ടു തലേന്നാണ് MS ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻസി ഒഴിഞ്ഞത്. ഇന്നലെ പ്രഭാത ഭക്ഷണത്തിനിടയിൽ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനോടും സഹതാരങ്ങളോടും സപ്പോർട്ട് സ്റ്റാഫിനോടും ധോണി തീരുമാനം അറിയിക്കുകയായിരുന്നു. 2010, 2011, 2018, 2021, 2023 സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ IPL കിരീടത്തിലേക്ക് നയിച്ച MS ധോണി ഏറ്റവും കൂടുതൽ തവണ IPL കിരീടം നേടിയ ക്യാപ്റ്റന്മാരിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം 5 കപ്പുകളുമായി റെക്കോർഡ് പങ്കിടുന്ന താരമാണ്.